ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ചാവക്കാടുള്ള ബീച്ചിലോട്ടാണ്. അപ്പോൾ ചാവക്കാട് ബീച്ചിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മുമ്പ് പോയിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഹൗസാണ് ഈ കാണുന്നത്. പോണ വഴിയിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഓരോ യാത്രകളും നമ്മുടെ മനസ്സിനും ഒരു പോസിറ്റീവ് എനർജിയാണ് തരാല്ലേ. മാക്സിമം നമ്മൾ പറ്റാവുന്നത്ര സമയം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ചാവക്കാട് ബീച്ചിലോട്ട് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്നേഹതീരം ബീച്ചിലോട്ട് പോയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുപോലെ അഴീക്കോട് ബീച്ചിലോട്ട് മുൻപ് പോയതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഓരോ ബീച്ചിനും അതിൻ്റേതായ ഓരോ പ്രത്യേകതകളുണ്ട്. ഇവിടെയും വെള്ളം അത്യാവശ്യം കയറി നിൽക്കാൻ കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒട്ടും നമുക്ക് ഇറങ്ങാനായിട്ട് കര ഇല്ലെന്ന് തന്നെ തോന്നി. ആ മൺതിട്ടയുടെ അവിടെ വരെ വെള്ളം എത്തുന്നുണ്ടായിരുന്നു. ആ ബീച്ചും ഒന്ന് തന്നെയല്ലേ, ഒരുപോലെ തന്നെയല്ലേ എന്ന് പറയുമ്പോഴും എത്ര തവണ പോയാലും പിന്നെയും പോകാൻ തോന്നുന്ന ഒന്നാണ് ബീച്ച് അല്ലേ. അവിടെ പോകാനും ആ വെള്ളത്തിൽ കളിക്കാനും അവിടുത്തെ മണൽ വാരി കളിക്കാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചാവക്കാട് ബീച്ചിൽ ഇതുപോലെ കുതിര ഉണ്ടായിരുന്നു. അപ്പോൾ കുതിരയുടെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാൻ 50 രൂപയും അതൊന്ന് റൺ ചെയ്ത് വരാനായിട്ട് 100 റുപ്പീസുമാണ് ഉള്ളത്. പിന്നെ ഇതുപോലത്തെ കുറേ ഗെയിം സെക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ പോയില്ല. പിന്നെ ഈ ബൈക്ക് അതുപോലെ ജീപ്പ് അതൊക്കെ ഓടിക്കാനുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടേക്ക് 150 രൂപയായിരുന്നു ടിക്കറ്റിന്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെത്തുമ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ട്. സ്പീഡ് ബോട്ട് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. അതിന് 400 രൂപയായിരുന്നു ടിക്കറ്റ്. 400 രൂപയ്ക്ക് സ്പീഡ് ബോട്ടിന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് ഫ്രീ ആണ്. അത് ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുതിരസവാരി കഴിഞ്ഞിട്ട് അപ്പച്ചനും ഇവാനയും ഒരുമിച്ചാണ് ഒരു കുതിരയുടെ പുറത്ത് പോയിരുന്നത്. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവാനയെ വീണ്ടും അവളുടെ മണ്ണ് വാരുന്ന പരിപാടിയിലോട്ടൊക്കെ വന്നു. ആദ്യം അവൾ വന്നിരുന്നിട്ട് ആദ്യം ഈ ബക്കറ്റും സാധനങ്ങളും നമ്മൾ സ്നേഹതീരം ബീച്ചിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ചാവക്കാട് ബീച്ചിലോട്ട് വന്നപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ അന്നാണ് ചാവക്കാട് ബീച്ചിലോട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ ആ ബക്കറ്റും സാധനം കൊണ്ട് വീണ്ടും മണ്ണൊക്കെ വാരി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബീച്ചിലോട്ട് മെയിനായിട്ട് വരുന്നത് ഈ മണ്ണ് വാരാനും ആ വെള്ളത്തിൽ കളിക്കാനും വേണ്ടിയിട്ടാണ് ഇവാനിയ മെയിനായിട്ട് വരുന്നത്. അപ്പം ഞാൻ ആ ബക്കറ്റും ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്പീഡ് ബോട്ടിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അവരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. അതിന് ശേഷം അപ്പച്ചനും ബ്രദറൊക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും സ്പീഡ് ബോട്ടിലൊക്കെ പോയിരുന്നു. സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു തന്നെ പറഞ്ഞത്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ചാൻസ് കിട്ടുമ്പോൾ ഇതുപോലെ സ്പീഡ് ബോട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാനായിട്ട് നോക്കിക്കോളൂ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പ്രത്യേക ഇത്ര സമയമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം നിന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എത്ര നേരം വേണം അവിടെ നിന്ന് എൻജോയ് ചെയ്യാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതിനുശേഷം തിരിച്ചു വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാവക്കാട് ബീച്ചിൽ നൈറ്റായി ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ വേറൊരു ഫീലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്നുണ്ട്. കുറച്ചൊന്ന് പേടിക്കണം, എന്നാലും കുഴപ്പമില്ല. എന്നൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീഴാണ്ട് അറ്റം വരെ നടന്ന് പോകാവുന്നതാണ്. വൈകുന്നേരം ആവും തോറും വലിയ തിരമാലകളാണ് വരിക. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നല്ല ഹൈയിലോട്ട് പൊന്തും. അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കാണാനായാലും അതിൻ്റെ മുകളിൽ ആ സമയത്ത് നടക്കുന്ന ആൾക്കാർക്ക് ഇതിപ്പോൾ ചെറിയ തിരമാലകളാണ്, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഹൈ തിരമാല വന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പൊന്താണ് ചെയ്തത്. അപ്പോൾ ഇവാനിയെ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറ്റിയില്ല. പിന്നെ അവൾ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ണ് വാരി കളിക്കലായിരുന്നു അവളുടെയൊക്കെ ഏറ്റവും സന്തോഷം. അപ്പോൾ അതിൽ പോവും, കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവരും, പിന്നെ അവിടെ മണ്ണ് വാരും. അതിൽ അവൾ ഓരോ ഷേപ്പുള്ള മീനിൻ്റെ ഷേപ്പും അതുപോലെ ആമയുടെ ഷേപ്പുള്ള കുറേ അച്ചുകളുണ്ട്. അതിൽ മണ്ണാക്കി ഷേപ്പാക്കി അതിനൊക്കെ ഉണ്ടാക്കലായിരുന്നു മെയിനായിട്ട് പണി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചു. അപ്പോൾ വെള്ളം ഇങ്ങനെ കരയ്ക്ക് കയറി നിൽക്കണത്, ഒട്ടും കളിക്കാനുള്ളൊരു സ്പേസ് അവിടെ കണ്ടില്ല. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോഴും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് തിരമാല വന്ന് നമ്മളടക്കം പോവും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം ചാവക്കാട് ബീച്ചിലൊന്ന് കളിക്കാനായിട്ട്. ഇതിപ്പോൾ ഈ സീസണിൽ കരയിലേക്ക് വെള്ളം കയറി നിൽക്കേണ്ടതാണോ എന്ന് അറിയത്തില്ല. ഇവാനെ വെള്ളം എടുത്ത് കൊണ്ടുവരും, മുകളിൽ വരും, ഇതുപോലെ ബക്കറ്റ് നിറച്ച് ചെളിയും വെള്ളവും മണ്ണൊക്കെ ആക്കി അവിടെ സുഖമായിട്ട് കുത്തിരുന്നുള്ള കളിയാണ്. സമാധാനമായിട്ട് കളി കഴിഞ്ഞ് കുളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കാറിൽ കയറ്റുള്ളൂ. അത് കാരണം കൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ എന്ന് കരുതി ഇരുത്തിയേക്കാണ്. പിന്നെ അതിൽ നിന്ന് കുറേ ഷെല്ലുകളും കാര്യങ്ങളൊക്കെ പറക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നല്ല ക്ലൈമറ്റായിരുന്നു, ഒട്ടും മഴയുണ്ടായില്ല.
അത് കാരണം കൊണ്ട് സമാധാനമായിട്ട് വെള്ളത്തിലും കരയിലും ഒക്കെ നിന്ന് കളിക്കാനായിട്ട് നമുക്ക് പറ്റി. നമ്മൾ വിഷുവിൻ്റെ അന്ന് സ്നേഹത്തീരം ബീച്ചിലോട്ട് പോയപ്പോൾ നല്ല മഴ കിട്ടിയ കാരണം കൊണ്ട് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ആകെ നനഞ്ഞ് കുടിച്ച കാരണം കൊണ്ട് പിന്നെ വലിയൊരു സുഖം തോന്നിയില്ല. ഇവിടെ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, മഴയൊന്നും പെയ്യാത്ത കാരണം കൊണ്ട് വെയിലും ഉണ്ടായിരുന്നില്ല മഴയും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈസ്റ്ററിനാണ് നമ്മൾ പോയത് കേട്ടോ ചാവക്കാട് ബീച്ചിലോട്ട്. അപ്പോൾ അന്നത്തെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ വൈകുന്നേരം ആവും തോറും എല്ലായിടത്തും മാല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു കാഴ്ചയും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അപ്പച്ചനും അവർക്ക് പോയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു. വെളിയിൽ നിൽക്കുന്നിടത്തൊക്കെ പെട്ടെന്ന് വെള്ളം കരയിലോട്ട് കയറണം. അപ്പോൾ ആരൊക്കെ സ്പീഡ് ബോട്ടിൽ പോകാൻ വേണ്ടി അവിടെ സ്പീഡ് ബോട്ട് കൊണ്ടുവന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഫോണൊന്നും എടുത്തില്ല, കാര്യം പെട്ടെന്ന് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ശക്തിയിൽ തിരമാല വരുന്നുണ്ട്. അപ്പോൾ കരയ്ക്ക് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തതിന് ശേഷമായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തതാണ്. ഒരു വിശേഷ ദിവസങ്ങൾ ഒരുപാട് പണികളൊക്കെ അടുക്കളയിൽ ചെയ്യുന്ന നമ്മുടെ വീട്ടുകാരെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ ഇതുപോലെ ഒരു ബീച്ചോ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ കൊണ്ടുപോകും. അത് വീട്ടിലുള്ള ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്ന ഒന്നായിരിക്കും. ഈ എല്ലാ ദിവസത്തെ പണി പോലെ തന്നെ ഏതെങ്കിലും വിശേഷ ദിവസം കുറച്ചധികം കറികളും കാര്യങ്ങളും പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതുപോലെ അവരെ പുറത്തുനിന്ന് ഔട്ടിനെ കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും അതൊരു സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കുക. അഭിമാനിയമോൾ ഇവിടെ മണ്ണിൽ എന്താ പറയുക കളിച്ച് മതിക്കുകയാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ അവളവിടെ കളിക്കട്ടെ, ബാക്കി കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കരയിലോട്ട് കയറി. ഇപ്പോൾ അവിടെ നിറച്ച് മാലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പട്ടം വിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഇവനെ വന്നപ്പോൾ പട്ടം എന്ന് പറഞ്ഞപ്പോൾ ഒരു പട്ടം വാങ്ങിച്ചു. 50 രൂപയായിരുന്നു ഒരു പട്ടത്തിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്ത് നല്ല കാറ്റ് വീശാറുണ്ട്. അപ്പോൾ ആ കാറ്റത്ത് നമ്മൾ പട്ടം പറത്തി കളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ച പട്ടം ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ അഴീക്കോട് ബീച്ച് കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു പട്ടം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പട്ടം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കാറ്റ് വരുമ്പോൾ ആ പട്ടത്തിൽ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മീൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച ആൾക്കാർ വിൽക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ ചെറിയൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് എപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല, അതിപ്പോൾ ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുന്നതാണോ എന്നും അറിയത്തില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ്, അതുപോലെ കിച്ചണിൽ വെക്കുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ, മസാജ് ചെയ്യാൻ പറ്റിയ ഐറ്റംസുകൾ, അങ്ങനെ അത്യാവശ്യം ചെറിയൊരു എക്സ്പോ തന്നെ ഉണ്ടായിരുന്നു. കാണാനും വാങ്ങിക്കാനും ഒക്കെ ഓവറായിട്ടുള്ള റേറ്റ് ഒന്നും തോന്നിയില്ല, മീഡിയം റേറ്റിന് തോന്നിയത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും കൂടി ഉണ്ട്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ, താങ്ക് യു.